മണ്ണറിഞ്ഞ് വിത്തെറിയണം എന്നുള്ള ആ പഴയ രീതി തന്നെയാണ് നല്ലത്. ഇപ്പോൾ രാസവളങ്ങളുടെ അതിപ്രസരം മൂലം മണ്ണ് മലിനമാക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മണ്ണ് ജീവനില്ലാതായി മാറിയിരിക്കുന്നു. മണ്ണും മനുഷ്യരുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിനായി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ജൈവവളങ്ങൾ തന്നെ ധാരാളം നമ്മുടെ ചെടികൾ പൂക്കാനും തളിർക്കാനും മുട്ടുകൾ ഉണ്ടാവാനായിട്ടും പച്ചക്കറികളിലായിക്കോട്ടെ പൂച്ചകളിലായിക്കോട്ടെ ധാരാളം വിളവുകളും പൂക്കളും ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മാത്രം മതിയല്ലേ. ഇതുപയോഗിച്ച് തന്നെ നമുക്ക് ആഴ്ചയിലും മാസത്തിലും ഒക്കെ നല്ല ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും ഒക്കെ ചെടികൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇന്നും അതുപോലെ തന്നെ നമ്മുടെ ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ജൈവവളങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. കുറേ ജൈവവളങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇത് റുട്ടീനായി ചെയ്തു പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ ചെടികൾ പൂക്കൾ നിറഞ്ഞു തന്നെ പൂക്കും. അതുപോലെ തന്നെ പച്ചക്കറിയിൽ നല്ല കായ്ഫലമുണ്ടാകും. പ്രത്യേകിച്ച് റോസയും അതുപോലെ തന്നെ പെറ്റൂണിയ, ജറബറ, അതുപോലെ തന്നെ നമ്മുടെ ജമന്തി, ഇതൊക്കെ നന്നായിട്ട് പൂക്കാനായിട്ട് ഈ ഒരു വളങ്ങൾ ഒരുപാട് പ്രയോജനം ചെയ്യുന്നു. അപ്പം ഈ വളങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റോസയൊക്കെ നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് ഒരുക്കി നിർത്തുന്നത് അത്യാവശ്യമാണ്. എന്നിട്ട് വേണം ഈ വളങ്ങളൊക്കെ നമുക്ക് ചുവട്ടിലും സ്പ്രേ ചെയ്തും ഒക്കെ കൊടുക്കാനായിട്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോവില്ലേ. ധാരാളം സൂക്ഷ്മ മൂലകങ്ങളും ദ്വിതീയ മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മുടെ ചെടികൾക്ക് മാറി മാറി കൊടുക്കേണ്ടതാണ്. കാൽസ്യം, പൊട്ടാസ്യം, മാഗ്നീഷ്യം, സിങ്ക്, അയൺ, കോപ്പർ, അതുപോലെ തന്നെ പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുള്ള വളങ്ങളെല്ലാം നമ്മുടെ ചെടികൾക്ക് കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇങ്ങനെ കൊടുത്താൽ മാത്രമേ ആ ചെടികളിൽ നിറയെ മൊട്ടുകളും പൂക്കളും ഒക്കെ ധാരാളമായിട്ട് തരാൻ പറ്റുകയുള്ളൂ. നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റുകൾ പലതും ഉണ്ടാകും. നമ്മളതെല്ലാം വലിച്ചെറിയാനാണ് പതിവല്ലേ. അതൊന്നും വലിച്ചെറിയാതെ നമ്മുടെ ചെടികൾക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചെടികളിൽ ധാരാളം മുട്ടുകളും പൂക്കളും തളിർപ്പുകളും വന്നു ചേരും. നമ്മുടെ പച്ചക്കറികളായിക്കോട്ടെ ചെടികളായിക്കോട്ടെ എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വരും. ഇത് ഓരോന്നും നമ്മൾ ആഴ്ചയിലും 15 ദിവസം കൂടുമ്പോഴും മാസത്തിലും ഒക്കെ കൊടുക്കാവുന്നതാണ്. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു പൂന്തോട്ടവും നല്ലൊരു പച്ചക്കറിത്തോട്ടവും ഒക്കെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോകേണ്ടതാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട വളമാണ് നമ്മുടെ ബീട്രൂട്ടിൻ്റെ തൊലി കൊണ്ടുള്ള ഒരു വെള്ളം. അതായത് ബീട്രൂട്ട് കുറച്ചെടുത്തിട്ട് കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ച് ഇരട്ടി വെള്ളവും ചേർത്ത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ തേയിലപ്പൊടിയും മുട്ടത്തോട് നന്നായിട്ട് പൊടിക്കുക, തേയില വെള്ളം കടുപ്പത്തിലെടുക്കുക. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം 2 ദിവസം പുളിപ്പിക്കാൻ വെക്കുക. അതിനുശേഷം എക്സ്ട്രാ വെള്ളവും ചേർത്ത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. 1-2 ലിറ്റർ ഡയലൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 2 വളങ്ങളും ഒഴിച്ചു കൊടുക്കുന്നത് ആഴ്ചയിൽ മാറി മാറി ഒഴിച്ചു കൊടുക്കാം. നല്ല തളിർപ്പും മുട്ടുകളും ഒരുപാട് വലിയ പൂക്കളും ഉണ്ടാകുന്ന പൂക്കൾ കളർഫുള്ളായുള്ള പൂക്കളും നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ റോസയൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം നല്ലതായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷമേ നമുക്ക് അടിവളം കൊടുക്കാവുള്ളൂ. പിന്നെ ഉള്ളിത്തൊലി നമ്മുടെ ചെടികളിൽ നമ്മുടെ ചെടിയുടെ ചൂടൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിത്തൊലി ഇട്ട് കൊടുക്കാം. അല്ലാതെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ വീതം നമ്മുടെ റോസയുടെയും ഏത് ചെടികളിലെയും ആയിക്കോട്ടെ ചൂടുകൾ ഇതുപോലെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം. മണ്ണ് ഇളക്കി കൊടുക്കുന്നത് മൂലം നമ്മുടെ ചെടികൾക്ക് നല്ല വേരോട്ടം കിട്ടുന്നു. പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലോ 15 ദിവസം കൂടുമ്പോഴോ ഒക്കെ നല്ലൊരു ജൈവ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ജൈവ കീടനാശിനി ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല. നമ്മൾ വെള്ളമൊക്കെ തളിച്ച് കഴിയുമ്പോൾ അതങ്ങ് പതുക്കെ പോകും. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ജൈവ കീടനാശിനി നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്ന വളങ്ങൾ നല്ലതായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ സ്പ്രേ ചെയ്ത് കൊടുക്കാവുള്ളൂ. എങ്കിൽ നമ്മുടെ റോസ പോലുള്ള ചെടികളും ചെത്തി, ചെമ്പരത്തി, അതുപോലെ തന്നെ ജറബറ, നമ്മുടെ ജമന്തി ചെടി, ഇതുപോലുള്ള ചെടികളൊക്കെ നന്നായിട്ട് ഒരുപാട് മൊട്ടുകളും പൂക്കളും ഉണ്ടാവാൻ സഹായിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ റുട്ടീനായിട്ടൊന്ന് ചെയ്ത് നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പൂന്തോട്ടം തന്നെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഓരോ ചെടികളുടെയും അടുത്ത് ചെന്ന് അതിൻ്റെ പഴുത്ത ഇലകളും മഞ്ഞ ഇലകളും മുരടിച്ചിലകളും ഒക്കെ പറിച്ച് കളയേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ ഓരോ കാര്യം ചെയ്തു കൊടുത്ത് അതിനെ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ പുളിച്ച തൈര് തന്നെ ആയിരിക്കണം. തൈരിൽ ഒരുപാട് നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. NPK ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നൈട്രജൻ, ഫോസ്ഫറസും പൊട്ടാസ്യവും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെടികൾ പൂത്തുലയാൻ സഹായിക്കുന്നു. ഇത് നമുക്ക് 15 ദിവസം കൂടുമ്പോൾ നമ്മുടെ ചെടികളുടെ ചുവടുകളിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ജൈവ കീടനാശിനിയായിട്ട് ഉണ്ടാക്കാനായിട്ട് ഈ തൈരിൻ്റെ കൂടെ 5-6 വെള്ളത്തിലൂടെ ചതച്ചിട്ടിട്ട് അരിച്ചെടുത്തതിന് ശേഷം 1 ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നമ്മുടെ ചെടികളുടെ കീടശല്യം എല്ലാം മാറി ആ ചെടി
ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കുന്നു. ഇതൊരു നല്ലൊരു ജൈവവളമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് 1/2 കപ്പ് തൈരിൻ്റെ കൂടെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു കപ്പ് വെള്ളം കൂടെ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഏത് പൂക്കുന്ന ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഇത് ഒരുപോലെ പ്രയോജനം ചെയ്യും. അപ്പം നൈട്രജൻ കണ്ടന്റ് ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടും പെട്ടെന്ന് തളിർപ്പുകളും പൂക്കളും ഒക്കെ ഉണ്ടാവാൻ സഹായിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല.